ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒന്നാമത്തെ ദിവസത്തെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അറൈവൽ ഓഫ് യൂറോപ്യൻസ് PDF അനുസരിച്ച് പഠിച്ചു വന്നവര് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 10 ചോദ്യങ്ങളേ ഉള്ളൂ. എല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളാണ്. നമ്മൾ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് സ്പെക്ട്രത്തിനകത്തെയും അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി ശ്രീധരമേനോന്റെ ടെക്സ്റ്റ് ബുക്കിനകത്തെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോ മലയാളം വേർഷൻ ആയതുകൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ ചില തെറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അത് വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു പോകും. നിങ്ങൾ ആൻസർ എഴുതി പോകാനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഫൈനലായിട്ട് നമ്മൾ ആൻസർ പറയുന്നതായിരിക്കും. അപ്പൊ ഒരു ഷീറ്റ് പേപ്പർ കൂടെ എടുത്തു വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, വാസ്കോഡ ഗാമയെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിച്ചാൽ താഴോട്ട് ഒരു 3 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പ്രസ്താവനയാണ് ശരി എന്നാണ് ചോദ്യം. 1, 1498 സാമൂതിരിയുടെ ഭരണകാലത്ത് അദ്ദേഹം കോഴിക്കോട്ടെത്തി. 2, വ്യാപാരം വർദ്ധിപ്പിച്ചതിനാൽ അറബ് വ്യാപാരികൾ അദ്ദേഹത്തിന്റെ പ്രവേശനത്തെ പിന്തുണച്ചു. 3, കിഴക്കൻ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തെ കുത്തകയാക്കുക എന്നതായിരുന്നു വാസ്കോഡ ഗാമയുടെ പ്രാഥമിക ലക്ഷ്യം. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് വാസ്കോഡ ഗാമയെ കുറിച്ച് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം, സി 2ഉം 3ഉം, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയാണ്. ഒറ്റ വായനയിൽ തന്നെ നമുക്ക് കിട്ടും ആൻസർ ഏതാ തെറ്റെന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം 2, ടോഡസില്ലാസ് ഉടമ്പടിയെ കുറിച്ച് 1494 അതിനെ പറ്റിയിട്ടുള്ള പ്രസ്താവനകൾ പരിഗണിച്ചാൽ 3 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. അത് ക്രിസ്തീയമല്ലാത്ത ലോകത്തെ പോർച്ചുഗലിനും സ്പെയിനും ഇടയിൽ വിഭജിച്ചു. 2, ഇന്ത്യയിലേക്കുള്ള വഴി ഉൾപ്പെടെ കിഴക്കൻ പോർച്ചുഗലിന് പ്രദേശങ്ങൾ ലഭിച്ചു. ഇതുവഴി പോർച്ചുഗലും ഇംഗ്ലണ്ടും തമ്മിലാണ് ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി, ഓപ്ഷൻ സി 1ഉം 3ഉം ശരി, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയാണ്. എല്ലാം ശരിയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം ആൻസർ എഴുതുക. ക്വസ്റ്റ്യൻ 3, ഫ്രാൻസിസ്കോ ഡി അൽമേഡ താഴെ പറയുന്നതുമായിട്ട് ഏതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. 1, നാവിക മേധാവിത്വം ലക്ഷ്യമിട്ടിട്ടുള്ള ബ്ലൂ വാട്ടർ പോളിസി. 2, കാർട്ടർ സംവിധാനം അവതരിപ്പിച്ചു. 3, ബീജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ ഏറ്റെടുത്തു അഥവാ പിടിച്ചെടുത്തു. ഏതൊക്കെയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്? ഈസി ചോദ്യം. ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്, ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്, ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്ത 4ാമത്തെ ചോദ്യം, അൽഫോൺസോ ഡെ അൽബുക്കർക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 1, 1510 ഗോവ പിടിച്ചടക്കി. 2, കപ്പലുകൾക്ക് പെർമിറ്റ് സംവിധാനം ഏർപ്പെടുത്തി. 3, പോർച്ചുഗീസ് പുരുഷന്മാരും ഇന്ത്യൻ സ്ത്രീകളും തമ്മിലുള്ള വിവാഹം നിയമവിധേയമാക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അത് അൽബുക്കർക്കിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം മാത്രം ശരി, 1ഉം 3ഉം ശരിയാണ്, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയാണ്. അഞ്ചാമത്തെ ചോദ്യം, നിനോ ഡാ കുൻഹയെ കുറിച്ച് പരിഗണിക്കുക പ്രസ്താവനകൾ. അദ്ദേഹം പോർച്ചുഗീസ് തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി. 1, 1534 അദ്ദേഹം ഗുജറാത്തിലെ ബഹദൂർ ഷായിൽ നിന്നും ബേസിൻ പിടിച്ചെടുത്തു. 3, ഹൂഗ്ലിയെ ഒരു താവളമാക്കി അദ്ദേഹം ബംഗാളിൽ പോർച്ചുഗീസ് സാന്നിധ്യം ശക്തിപ്പെടുത്തി. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി, ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം ശരിയാണ്, ഓപ്ഷൻ ഡി 1ഉം 3ഉം മാത്രം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, പോർച്ചുഗീസ് ഇന്ത്യയിലേക്ക് ഉള്ള യാത്രയ്ക്ക് പിന്നിലെ കാരണങ്ങൾ ഏതായിരുന്നു? 1, 1453 കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പതനം. 2, ഇന്ത്യയുമായുള്ള ഭൂമി വ്യാപാരത്തിലുള്ള അറബ് കുത്തക. 3, ബർത്തലോമിയോ ഡയസ് ആണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കണ്ടെത്തിയത്. അപ്പൊ അത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കണ്ടെത്തിയത് കൊണ്ടാണ് പോർച്ചുഗീസ് ഇങ്ങോട്ട് വന്നത്, അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. 1ഉം 2ഉം, 2ഉം 3ഉം മാത്രം, 1ഉം 3ഉം, 1ഉം 2ഉം 3ഉം ശരിയാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 7. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസ് അവതരിപ്പിക്കാത്തത്, പോർച്ചുഗീസുകാർ കൊണ്ടുവരാത്തത്. 1. കാർട്ടർ സംവിധാനം, നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസി, ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 3 മാത്രം, ഓപ്ഷൻ ഡി 1 3 മാത്രം. കൊണ്ടുവരാത്തതാണ്, അവതരിപ്പിക്കാത്തത് ഏതാണെന്നാണ് ചോദ്യം. എളുപ്പമായത്. 8. താഴെ പറയുന്ന പരിഷ്കാരങ്ങളിൽ ഏതാണ് അൽബുക്കർക്ക് അവതരിപ്പിച്ചത്? 1. ക്രിസ്ത്യാനികൾക്കിടയിൽ സതി നിർത്തലാക്കി, ഇൻഡോ പോർച്ചുഗീസ് വിവാഹങ്ങൾക്ക് പ്രോത്സാഹനം, ജമീന്ദാരി സമ്പ്രദായത്തിന്റെ ആമുഖം. അതായത് ജമീന്ദാരി സമ്പ്രദായം അവതരിപ്പിച്ചു. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ 1 2, ഓപ്ഷൻ ബി 2 3 മാത്രം, ഓപ്ഷൻ സി 1 3 മാത്രം, ഓപ്ഷൻ ഡി 1 2 3. അൽബുക്കർക്ക് അവതരിപ്പിച്ചത്. 9. യൂറോപ്യന്മാരുടെ വരവിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1. ഇത് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റത്തിന് വഴിയൊരുക്കി. 2. ഇത് നേരിട്ടുള്ള യൂറോപ്യൻ രാഷ്ട്രീയ ആധിപത്യത്തിന്റെ തുടക്കമായി അടയാളപ്പെടുത്തി. 3. ഇത് ഉടൻ തന്നെ ഇന്ത്യൻ സമുദ്ര വ്യാപാരം പൂർണ്ണമായും നശിപ്പിച്ചു. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1 2 മാത്രം, ഓപ്ഷൻ സി 2 3 മാത്രം, ഓപ്ഷൻ ഡി 1 2 3. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പോർച്ചുഗീസുകാരുടെ ബ്ലൂ വാട്ടർ പോളിസിയെ പറ്റിയിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. 1. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇത് അവതരിപ്പിച്ചത്. 2. നാവിക ശക്തിയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോർച്ചുഗീസ് ആധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ബ്ലൂ വാട്ടർ പോളിസിയുടെ പ്രൈമറി ലക്ഷ്യം. 3. കടൽ പാതകളുടെ നിയന്ത്രണത്തെക്കാൾ കരയിലെ പ്രദേശങ്ങളുടെ വിപുലീകരണത്തിലാണ് ഇത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഓപ്ഷൻ എ 1 2 ശരി, ഓപ്ഷൻ ബി 2 3 ശരി, ഓപ്ഷൻ സി 1 3 ശരി, ഓപ്ഷൻ ഡി 1 2 3 ശരിയാണ്. അപ്പൊ എല്ലാവരും ആൻസർ എഴുതിയെങ്കിൽ നമുക്ക് ഓരോന്നിന്റെ ആൻസേഴ്സ് ആയിട്ട് നോക്കാം. 1 ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 ഓപ്ഷൻ എ ആണ് ആൻസർ. 2 ഓപ്ഷൻ എ. 3 ഓപ്ഷൻ എ ആണ്. 4 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 5 ഓപ്ഷൻ സി ആണ് ആൻസർ. 1 2 3. 6 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 7 ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതെന്ന് എല്ലാവർക്കും അറിയാം. 8 ഓപ്ഷൻ ബി ആണ് ആൻസർ. 9 ഓപ്ഷൻ ബി ആണ് ആൻസർ. 10 ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പൊ 10ൽ 10 വാങ്ങിച്ചവർക്ക് ഈസി ചോദ്യങ്ങളായിരുന്നു എല്ലാം. നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പൊ അത് മാക്സിമം ഈ 2 ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.